പല ബിസിനസ് ഓണേഴ്സും ഭയങ്കര ബിസിയാണ്, കാര്യങ്ങൾ ചെയ്തു തീരുന്നില്ല. ഓരോ ദിവസവും എൻലെസ് ടാസ്ക്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ബിസി ആവുമെന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. പ്രൊഡക്റ്റീവ് ആവുക, ആ ബിസിനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഗതി. കാരണം നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, നമ്മൾ ബിസി ആവും. കാരണം ഒരുപാട് കാര്യം നമ്മളിലോട്ട് വരും. ടീം എന്താവും നിങ്ങളുടെ അടുത്ത് വരും, സാർ ഇതെന്താ ചെയ്യേണ്ടത്, അതെന്താ ചെയ്യേണ്ടത്. ഒരുപാട് പ്രശ്നങ്ങൾ, കസ്റ്റമർ പ്രശ്നങ്ങൾ, ബില്ലിംഗ് പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഇൻവോയ്സിൻ്റെ പ്രശ്നങ്ങൾ, ക്യാഷ് കളക്ഷൻ പ്രശ്നങ്ങൾ, ഇതെല്ലാം നിങ്ങളോട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ പണി റിയാക്ഷൻ അല്ല. നിങ്ങളുടെ ബിസിനസ് എന്താണ്, നിങ്ങൾ സെറ്റ് ചെയ്ത ഗോളുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെന്ത് വേണം? എൻ്റെ ഗോൾ എന്താണ്, എൻ്റെ ഈ വർഷത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ക്ലാരിറ്റി ആദ്യം വരണം. എൻ്റെ ഈ വർഷത്തെ റവന്യൂ ഗ്രോത്ത് എന്താണ്, എന്ത് ലെവലിലുള്ള പ്രോഫിറ്റ് ഗ്രോത്താണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, എന്തെല്ലാം സിസ്റ്റംസാണ് ഈ വർഷം ഞാൻ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്, എൻ്റെ ഈ വർഷത്തെ ടീം ഡെവലപ്മെൻറ്റ് ഗോൾ എന്തൊക്കെയാണ്, ആസ് എ ബിസിനസ് ഓണർ ഞാൻ എന്തെല്ലാമാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അവിടേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യണമെന്നില്ല. ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു 3 കാര്യം 5 കാര്യം ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാത്തിനും റിയാക്ട് ചെയ്യുക, എല്ലാത്തിനും പിറകെ പോകും. നോ, നിങ്ങൾക്ക് ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ്സിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു ബിസിനസ് ഹോബി പോലെ കൊണ്ടു തന്നാൽ മതിയെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെ അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫോൺ വരുന്നു, വാട്സപ്പ് മെസ്സേജ് വരുന്നു, ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ഒരുപാട് ഇങ്ങനെ കൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു രസം കിട്ടും അതിൽ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി ഡിഫിക്കൽട്ടല്ല, ഡിഫറൻ്റാണ്. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പ്ലാന് വേണം. ആ പ്ലാനിലോട്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റണം. അവിടേക്കുള്ള കാര്യങ്ങൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. അത് ഉറപ്പ് വരുത്താനുള്ള സംവിധാനം ഉണ്ടാവണം. ആ രീതിയിൽ പോകുമ്പോഴാണ് എന്താവുന്നത്, ഈ പറയുന്ന ടാസ്കുകൾ, അതായത് ബിസിനസ്സിൽ 100,000 കാര്യം ചെയ്യാനുണ്ടാവും. ചോദ്യം എല്ലാം നിങ്ങളാണോ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം ഹാൻഡ് പിക്ക് ചെയ്ത് അവിടെ കൃത്യമായിട്ടുള്ള ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്ത് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ബിസിനസ് ഓണറുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.